Hello guys, I am here with the Hey Gamer. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നിനല്ല, നമ്മൾ ബെക്കംബോറിനെ വാങ്ങാൻ പോവാണ്. ഈ പെനാൽറ്റി ഗോളാക്കിയ ബെക്കംബോർ ഈസ് ഹിയർ. ബെക്കംബോർ നമ്മളേക്കൽ എത്താൻ പോവാണ്. ഗോളാക്കിയാൽ മാത്രം, ഗോളാക്കിയില്ലെങ്കിൽ ബെക്കംബോർ ഇല്ല. ഇറ്റ്സ് ഗോൾ, ബെക്കംബോർ ഈസ് ഹിയർ. ബെക്കംബോർ നമ്മളെ സ്റ്റേഡിയത്തിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. Yes, 100 coin. Beckenbauer is here. നമ്മൾ ലോങ് ബോൾ കൗണ്ടറിന് ഒരു കോച്ചിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. പിന്നെ ബെക്കംബോർ പോകാനുമായി. നമുക്ക് എന്തായാലും ഉണ്ട് എടുത്തേക്കാം. ബെക്കംബോർ എന്നാണ്ട് നമുക്ക് എടുക്കാമെന്ന് തന്നെ വിചാരിച്ച്. 750 കോയിൻ നമ്മളെങ്കിൽ 750 കോയിൻ മതി ബെക്കംബോറിനാവാൻ. അത് നമുക്ക് മാക്സിൽ 12 ഉണ്ടാകും. ഡ്രോപ്പ്ൻ്റെ അല്ലേ, ഞാനും വിചാരിച്ചു 12 ഡ്രോപ്പ്ൻ്റെ എല്ലാം നോക്കട്ടെ. യെസ്, ഇറങ്ങാനും പറ്റുമല്ലോ. ഓക്കെ, പാക്സ് പോവാം. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിനെ വാങ്ങാം, പക്ഷെ നമ്മൾ വാങ്ങൂല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടത് ഇതിനെയാണ്. നമുക്ക് പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോകട്ടോ. നമ്മൾ വാങ്ങി. ബെക്കംബോർ ഈസ് ഹിയർ. ഈ 2 പ്ലേയേഴ്സിനെയും കൂടെ കിട്ടും. രണ്ടാളെയും കിട്ടിയിട്ടുണ്ട്. ബെക്കംബോർ പോയിട്ടോ, ഇതാ സോൾഡ് ഔട്ടിൽ പോയിട്ടുണ്ട്. നമുക്ക് ചെക്ക് എന്തായാലും നമുക്ക് ബാഗ് അടിക്കാം. എന്നിട്ട് നമ്മുടെ ടീമിലോട്ടൊക്കെ ഒന്ന് ചെക്കനെ കൊണ്ടുവരട്ടെ. ഇന്ത്യയിൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ചേഞ്ച് മാനേജർ ആക്കിയിട്ട് അടിയിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരിക. ഇതാണ് നമ്മൾ ആൾട്ടാ. ആളിതാണ് ഇതിലാണ്. 3205 4ലാണ്. ഇതാകത്ത് 105 എന്നൊക്കെ കിട്ടിയിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ. ഈ റേറ്റിംഗ് സ്കോഡിൽ നോക്കാം, നമുക്ക് മിനിറ്റ് നോക്കാം. അതായത് ബെക്കംബോർ ഇവിടെ ഇതിവിടെ ടീം പ്ലേ സ്റ്റേജ് ലോങ് ബോൾ കൗണ്ടർ 1221 വരെ പോകുള്ളൂ. അപ്പോൾ ചേഞ്ച് മാനേജർ ആക്കിയിട്ട് നമ്പറിൽ തന്നെ ഇടുക. എന്നിട്ട് ഔട്ട് വേഡ് ആക്കിയാൽ അത് റെഡി. 24. പിന്നെ 4ലാണ് പിന്നെ 105 ആവും ഗായ്സ്. ആവുന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ആര് പറഞ്ഞ് ആവുന്നൊക്കെ അല്ലേ, ഞാൻ കാണിച്ചു തരാം. ഒരു സ്കോഡ് ഞാൻ കാണിച്ചു തരാം. ഓൻ്റെ ഇതിൽ മാത്രമേ ആവുള്ളൂ എന്നൊക്കെ കേട്ട് ഞാനൊരു സ്കോഡ് കാണിച്ചു തരാം. ഗായ്സ് 4ലാണ് അല്ല കേട്ടോ, സ്റ്റോയ്ക്കോ 103 ആവുമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്നാലും സ്റ്റോയ്ക്കോനെ ഇറക്കി വെക്കാം. നമ്മൾ സ്റ്റോയ്ക്കോനെ ഇറക്കി വെക്കാം ആവോ ഇല്ല നോക്കാനും വേണ്ടി. ഇവിടെ സ്റ്റോയ്ക്കോടെ ഇതാ ആവോ ഇല്ല നോക്കാം. ആവില്ല, അവിടെ ആവില്ല ഗൈസ്, സ്റ്റോയ്ക്കോന്ന് ആവില്ല. അതായത് ഈ സ്കോഡ് തന്നെ മതി. ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണം. അതാണ് ഇന്നത്തെ മാച്ച്. അതും ഡിവിഷൻ ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ലീഗിൽ ഡിവിഷൻ 2 നമ്മൾ കളിക്കാൻ പോകട്ടോ. ഈ ഫുട്ബോളിൽ PvP ഇതാട്ടോ നമ്മളെ കോച്ച്. ഇതാണ് ബെക്കംബോർ, അതാണ് മെയിൻ. നമുക്കിപ്പോഴാണ് ബൈ സ്റ്റാർട്സ് ഇതിനൊരു 18 ആക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ആക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സ്കോഡ് തന്നെ പോകണം. അതായത് ആൾ വന്നിട്ട് കാണാം. വയസ്സ് അങ്ങനെ ആൾ വന്നിട്ടുണ്ട്. നമ്മളെ ബെക്കംബോറിനെ വെച്ചിട്ടുള്ള ആദ്യ കളിയാണ്.
ആദ്യ കളി തന്നെ ആള് വരൂല എന്ന് തന്നെ പറയാണ്. അപ്പം നമുക്ക് അടുത്ത ആളെ വെയിറ്റ് ചെയ്യണം. അടുത്ത ആൾ വരുന്നവരേക്കും നമുക്ക് അടുത്ത ആൾ വന്നിട്ട് കാണാനേ കഴിയുള്ളൂ. എന്തായാലും പ്രൊസീഡ് വരുന്നവരെ വെയിറ്റ് ആൻഡ് സീ. ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ബെക്കംബോർ വന്നതിൻ്റെ ശേഷമുള്ള ആദ്യ മാച്ച് ആരായിട്ടാണ്? ഹൂ ഗോ ടു ലോബി ഷ്വാൻ 1441 ഡിവിഷൻ 1 പ്ലെയറാണ്. അല്ല ഡിവിഷൻ 1 ഉണ്ട് തോന്നുന്നില്ല. ബാഡ്സ് ഡിവിഷൻ 2 അതിനത് ശ്രദ്ധിച്ചില്ല. എന്തായാലും എന്താ വന്നിട്ടാണ് കളിക്കാൻ പോണേ. നമ്മുടെ സ്കോഡൊക്കെ അതിനനുസരിച്ച് ചേർക്കാം. അലസൊന്നും വേണ്ട ഗൈസ്, ഒരു വ്യത്യാസം വേണ്ട, ഇതേ സ്കോഡ് തന്നെ. വാ കളിക്ക്, ജയിച്ചാലാ. സെക്കൻഡേക്കുള്ള വിയേരി, ബാറ്റിസ്റ്റൂട്ട 106, മെസ്സി, ടൊട്ടി, മത്താവുസ്, എങ്കോളോ കാൻ്റെ. ഈ കോർട്ട് വെച്ച് കിട്ടില്ല പറഞ്ഞു കേട്ടോ. ഹുസണ്, ബരേസി, കോസ്റ്റക്കൂട്ട, സനേട്ടി. ഈ കെമാലാട്ടോ പ്ലെയർ ഓഫ് ദി കെമാൽ. കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു വളരെ നമ്മളെ മരത്തെ ഒരു F2P ആണ്. എന്തായാലും നമുക്ക് വന്നിട്ട് കാണാം. ഈ സാധ്യ കളി തന്നെ റെഡിയൊക്കെ നിൽക്കുകയാണ്. പിന്നെ നീ ലീവ് അടിച്ച് പോയതാണെന്ന് പറയാനല്ല, ബെക്കംബോറിനെ പേടിച്ചിട്ടേ ഇത്ര ആൾക്കാർ ലീവ് അടിച്ച് പോകും. ബെക്കംബോർ ഇസ് ബെസ്റ്റ് എന്നൊക്കെ തോന്നുന്നു. ഗൈസ് ബെക്കംബോർ ഇതാ ആദ്യ കളിയിൽ തന്നെ വന്ന് നോക്കുകയാണ് ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. സ്റ്റേഡിയം ഒക്കെ അടിപൊളി തന്നെ അല്ലേ നമുക്ക് നോക്കുകയാണ് ബെക്കംബോർ. ബെക്കംബോറിന് ആദ്യ കളി വിജയിക്കുമോ ഇല്ലയോ കണ്ടറിയാം. ജയിച്ച് കിട്ടിയാൽ മതി, ലീഗുമാണ്. ഞാൻ എന്തായാലും ഇനി ബെക്കംബോറിനായിട്ട് കളിക്കുക ലീഗൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പോൾ ലീഗ് തന്നെ കളിക്കണത്. ഗൈസ് വാൻഡേക്ക്, ബെക്കാമ് ഫോർലാണ്, സ്നൈഡറിൻ്റെ പാസ് ഫുള്ളായിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ആരൊക്കെങ്കിലും ഒക്കെ എടുപ്പിക്കണം. ഇറ്റ്സ് വാൻഡേക്ക്, സ്നൈഡർ, എങ്ങോട്ട് കിട്ടിയില്ല. ടൊട്ടി വന്നെടുത്തിട്ടുണ്ട്. ഗൈസ് കളി മൊത്തം വാൻഡേക്കലാട്ടോ. അപ്പം പൊസിഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. അതെന്ന് വെച്ചാൽ എനിക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ മിസ് പാസ് നല്ല ഉണ്ട്. ഇതാ ഇപ്പം അറ്റാക്ക് ചെയ്ത് കൊടുക്കല്ലേ, ഇനിയിപ്പോൾ പോകട്ടോ ബോള്. ഇല്ല ഫോറിലാണ് കണ്ട ബോള് ഇത്രക്കുള്ളൂ പോകാൻ. സോണ്ടേക്ക് നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയും കിട്ടണില്ല. അല്ല ഈ ബെക്കംബോർ അല്ല ലിങ്കപ്പ് ചെയ്യാൻ നമ്മൾ മറന്നല്ലോ. ഷേ പോസാക്കട്ടെ, അത് ഇനി എന്തെങ്കിലും ആകുമ്പോൾ നമുക്ക് പോസാക്കിയിട്ട് ലിങ്കപ്പ് കൊടുക്കാം. ഫോറിലാണ് കപില, എങ്കോളോ കാൻ്റെ, റൊണാൾഡീഞ്ഞോ, സനേട്ടി, റൊണാൾഡീഞ്ഞോ, ഫോർലാന് ഓടിക്കോ. ബരേസിയാണ് നേരത്തെ എൻ്റെ നിർത്ത്. ബരേസിനൊക്കെ സുഖമായിട്ട് ട്രിപ്പിൾ ചെയ്ത്. സാവിയോള ബോൾ ഓഫ് സൈഡാണ് ഗൈസ്. നമുക്ക് പോസൊക്കെ ലിങ്കപ്പ് എടുക്കാം ഗൈസ്. നമ്മൾ പോസൊക്കെ ഉണ്ട്. ലിങ്കപ്പ് എടുക്കണം. ലിങ്കപ്പിലെ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും. എങ്കോളോ എൻ്റെ ബോൾ പോച്ചിട്ട് ഫോർലാൻ. ഇത് എങ്കോളോ ആൻഡ് ഫോർലാൻ കേട്ടോ. ഇത് നാളെ നടക്കുള്ളൂ. ഇത് നടക്കും കിടലാൻ കോമ്പോ ഉണ്ടാവും. എങ്കോളോ കാൻഡിഡേറ്റു നമ്മൾ കോമ്പോ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഓന് വരാൻ കുറച്ച് ടൈം എടുക്കും. ഓൻ വന്നിട്ട് എന്തായാലും കാണാം ഗൈസ്. ഓൻ സബ്ബൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇല്ലേ സബ്ബൊന്നും ഇറക്കിയില്ല. ഇല്ല ഗൈസ്, ഓന് മലയാളിയാണെന്നാണ് തോന്നുന്നത് എൻ്റെ ഊഹത്തിൽ. ഗൈസ് ചെക്കൻ പോണേ. ഓ രക്ഷപ്പെട്ട്. റൊണാൾഡീഞ്ഞോ, എങ്കോളോ കാൻ്റെ, ഫോർലാൻ്റെ ഒക്കെ ബോള് പോയി. ബോള് നമുക്ക് തിരിച്ചെടുക്കണം ഗൈസ്. ബാറ്റിസ്റ്റൂട്ട ഇല്ല, റൊണാൾഡീഞ്ഞോ, എങ്കോളോ കാൻ്റെ വാട ഗുഡ്. ലിങ്കപ്പ് എങ്ങനെ നിലനിർത്താന്നുള്ളതിന് ബെസ്റ്റ് പാസ്സാണോ കിട്ടിയത്. ഫോർലാൻ കുഴപ്പമില്ല. കാനൻ്റെ പാസ് എങ്ങനെയുണ്ട് കിട്ടില്ലല്ലേ, കറക്റ്റ് ഒരു ചിപ്പ് ഇങ്ങനെയാണ് കൊടുത്ത്. എന്തായാലും ലിങ്കപ്പ് നേരത്തെ പോകുന്നുണ്ട് കേട്ടോ. ബെക്കാമാണ്, ക്രോസാണ്, കോർണർ കിട്ടുക അറിയില്ല നമുക്ക്. ഇല്ലല്ലോ നമ്പർ തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുക. വാൻബൂട്ടാ കുത്ത്. വാൻബൂട്ടാ പോസ്റ്റ് കുത്തണ്ടേ. എടാ പെട്ടെന്ന് പോടാ വാൻബൂട്ട എൻ്റെ പൊസിഷൻക്ക്. ബോൾ പോയി. അത് വാൻബൂട്ട ഇവിടെ നിൽക്കല്ലേ, വല്ലാത്ത പണി തന്നെയാണുള്ളത്. വാൻഡേക്ക് ഗുഡ്, പെട്ടെന്ന് പാസ് കൊടുക്ക്. വെക്കാമേ പാസ്. ഫോർലാണ്, സ്നൈഡർ, സാവിയോള. എടാ എന്ത് സാവിയോളടത് അവിടെ നിന്നൊക്കെ ബാർമൊക്കെ അടിച്ച് കളഞ്ഞാണ്. കാൻ്റെ ബെക്കാമിന് കൊടുക്കുക, ക്രോസ് കൊടുക്കുക, കുത്തിയാൽ മതി. അതാണ് ഇപ്രാവശ്യത്തെ. ബെക്കാം അവിടെയാണല്ലോ. ബെക്കാമിന് കൊടുക്കുക. എന്നിട്ട് ഒരു ഷോട്ട് ഇവിടെ തന്നെ. കോർണർ ഗുഡ്. കവില്ല കോർണർ കിട്ടിയല്ലോ, ധാരാളം.
ഗോളാക്കിയാൽ മതി. കുറേ വെക്കുമ്പോൾ കുഴപ്പമില്ല. ആദ്യ മാച്ചെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താ ഇപ്പം എല്ലാവരും ആദ്യ മാച്ച് തന്നെ ജയിക്കൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്യണ്ടല്ലോ. വെക്കുമ്പോൾ ബെക്കാമിൻ്റെ ഒരു കോർണർ. റൊണാൾഡീഞ്ഞോ ഒരടി എടാ ഒരടി വന്നതിനാണെങ്കിൽ ഗോൾ ഉറപ്പായതിന്. വാൻബൂട്ടാ ഇത് കുത്താൻ കഴിയണമെന്നാണെങ്കിൽ അപ്പം തന്നെ എൻ്റെ സ്ഥലത്തേക്ക് പോകണം. സ്നൈഡർ എടാ ഈ അടിയൊന്നും ശരിയാവുന്നില്ല കേട്ടോ. ഞാൻ സ്റ്റെണ്ണിങ് അടിച്ചാൽ കുറച്ച് ടൈം കഴിയും പോകാനോ. ലാഗ് തുടങ്ങി. ലാഗ് നമ്മളപ്പം തുടങ്ങുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇറ്റ്സ് ലിയോ. ഓ ചെക്കൻ പെനാൾട്ടി. ഗൈസ് ഇറ്റ്സ് പെനാൾട്ടി. വാൻബൂട്ടൻ അവിടെ അറിയാതൊന്ന് പ്രശ്നമാക്കിയിട്ടുണ്ട്. ടാക്കിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഗോളാക്കും വിചാരിച്ചിട്ട് ടാക്കിൾ ചെയ്താണ് അവിടെ നിന്നൊക്കെ. അടിച്ചതിൻ്റെ ശേഷം പോയി ടാക്കിൾ ചെയ്തു. വലിയോർക്കാനെ തട്ട് അങ്കിളുള്ളൂ. വലിയോർക്കാനെ അങ്കിളുള്ളൂ തട്ടിക്കള്. ഇനിയിപ്പോൾ നടുക്ക് അടിക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നടുക്കോ അല്ലെങ്കിൽ നടുക്ക് തോന്നി എനിക്ക്. ഞാൻ ചാടിയിട്ടുമില്ല. ഇടക്കാളി മൊത്തം ഇന്ത്യക്കലാണ്. പക്ഷെ ഗോളി മാത്രം വണ്ടിയില്ല. ഇങ്ങനെടാ കഷ്ടിച്ച് കളിക്കും ചെയ്യും. കളിക്കുമ്പോഴേക്ക് ബോൾ പോകണുണ്ട്. ഹൗ എന്തായാലും കഴിയണില്ല. എങ്കോളൊക്കെ കിട്ടി. വാടാ ഫോർലാന്. വാടാ ഗുഡ്. ഫോർലാനെ ഫിനിഷ് ചെയ്യ്. കിട്ടിയില്ല. കുഴപ്പമില്ല. ഫോർലാനെ അവിടെ തന്നെ കിട്ടാ. ക്യാൻഡേക്ക് കിട്ടിയ നമുക്കുള്ളൊരു പാസ് ഉണ്ട്. അതിന് കിട്ടേണ്ട നേരക്കൊന്ന് യു നീഡ് ടു ട്രാപ്പ് ബോൾ ബെറ്റർ. അത് കാണിച്ചിട്ടുമില്ല. എന്നാലേ പഠിക്കുള്ളൂ അവരൊക്കെ. എങ്കോളോ കീപ്പറിൻ്റെ കൈക്കൊക്കെ ഇട്ടെടുത്തിക്കണേ. ഫസ്റ്റ് ഹാഫ് നമ്മൾ അടപ്പടலாம் മൂഞ്ചി. സെക്കൻഡ് ഹാഫ് ഇനി കാണാം. ഗൈസ് ഓൺ കാർഡ് അടച്ച് ഫസ്റ്റ് ഹാഫ് നമ്മൾ ടച്ചെടുത്തു. നമ്മളെ ഹോമിൽ എന്നാണ് നമ്മളെ തോൽപ്പിക്കുന്ന അവസ്ഥയല്ല. വല്ലാത്തൊരവസ്ഥ കേട്ടോ അത്. ഗൈസ് ഇറ്റ്സ് ബെക്കാം. കപില കോസ്റ്റ കൂട്ടാതെ ഓടുന്നേ. ലോത്തർ മത്താവൂസ് ടൊട്ടി. ഒരു ഷോട്ട് ബാറ്റ് ഷൂട്ടാ. വാടാ വാൻബൂട്ടൻ ടൈമിങ്ങിന് ടാക്കിളും ചെയ്തിക്കണേ. വെറുതെ ചെയ്തതാണ് പക്ഷെ ഉപകാരപ്പെട്ടിക്കണേ. വാടാ സ്നൈഡർ എടുക്ക്. ഫിനിഷ് ചെയ്യ്. ഗോൾ. ഗൈസ് 1-1. ഓ പെനാൾട്ടിയിൽ അടിച്ചാൽ സ്നൈഡർ ദൂരത്തുനിന്ന് അടിച്ച് ഗോളൊക്കെ സ്നൈഡറിനെ അറിയാടാ. ബെക്കംബോർ വന്നതിന് ശേഷം ഉള്ള ആദ്യ ഗോൾ സ്നൈഡറിൻ്റെ വക കേട്ടോ. സ്നൈഡർ തൂക്കി ആദ്യ ഗോള് ബെക്കംബോർ വന്നതിൻ്റെ ശേഷമുള്ള. പിന്നെ ഇനി അടുത്ത ഗോൾ ഞാൻ ആരെ വകാമെന്ന് നോക്കാം. ലോത്തർ മത്താവൂസ്. ഗൈസ് വാൻഡേക്ക് ക്ലിയർ ചെയ്യല്ലേ. ഞാൻ സ്വേക്ക് ഇടാനാണ് നോക്കി. കപില സാവിയോളെ കുത്തിയിട്ടുമില്ല. ചെക്കനെല്ലാം ഗോളാക്കുമല്ലോ. റൊണാൾഡീഞ്ഞോ എടുക്ക്. വാട ബെക്കാമേ പാസ് എടുക്ക്. സാവിയോള വാട ഗുഡ്. സ്നൈഡർ ഗുഡ്. ഫോർലാനെ വാടാ ആ ഗോളാക്കിയ കിടിലാണ്. വാടാ ഫോർലാൻ ഏതാ കളി. ആ ഡ്രിബിളുണ്ട് നിങ്ങൾ സനേറ്റിനുള്ള ഡ്രിബിളുണ്ട. കിടിലൻ ഡ്രിബിൾ തന്നെയാണ് ഗൈസ്. കിടിലൻ ഡ്രിബിള്. തൊണ്ടൊക്കെ ചെറുതായിട്ട് പ്രശ്നമാക്കണ്ട. നമുക്ക് ഇനി എന്തായാലും ഹാജിയാർ ഇറക്കാം. വീട് മുണങ്ങാനും പാടില്ല. ഹാജിയാരോടെ ഇതാ പോട്ടെ. അല്ല അപ്പം തന്നെ റെഡിയാക്കല്ലേ. നമ്മൾ ഇതെടുക്കുമ്പോൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ഇതിൽ ഇത് തീർക്കാണ്ട് ഇതാ ഹാജിയാർ. ആദ്യ കളി തന്നെ വിജയത്തിൽ ആവുന്ന നോക്കാം. ട്രൈ നെവർ ഫെയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യും. നടക്കും അറിയില്ല. ഗൈസ് സബൊക്കെ വരുത്തിക്കണേ. ഒരു തുള്ളി അറ്റാക്കിങ്ങിലാണ് കളിക്കണേ. നടക്കുക അറിയില്ലൊക്കെ അതാണ്. വാൻഡേക്ക് ഒരു ഇതിൽ ഇതാണ് ആരാന്നോൻ്റെ വിചാരന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ നോക്കാം ജയിക്കാൻ കഴിയുമോ നോക്കാം. നമ്മൾ കട്ട ഡിഫൻസ് ഇട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നിനുമല്ല, നമുക്ക് കളി ജയിച്ചേ പറ്റുള്ളൂ. ബെക്കംബൂർ വന്നതിൻ്റെ ശേഷം ആദ്യ കളി പൊട്ടിയ മോശമാണ്. പക്ഷെ മോശമാണെന്ന് പറയാം, എന്നാലും ജയിക്കും വേണമല്ലോ. അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ച്, ജയം നിർബന്ധമാണ്. പിന്നെ അങ്ങനെയായിട്ട് കളിക്കാത്തതും കൂടി. ഉത്തരോ ബെക്കാമേ ഒരു ക്രോസ് വേണം കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. ഹാജിയാരെ ഞാൻ അവിടെ ഇറക്കാൻ കാരണമുണ്ട് കേട്ടോ. കണ്ട് ഹാജിയാരെ അങ്ങോട്ട് ഓട് പാടാ. ഒരു ക്രോസ് ഹാജിയാരെ വയ്ക്കുന്നത് കിടിലും ക്രോസാണ്. ഫോർലാൻ കുത്തിയാൽ മാത്രം മതി. ഫോർലാനെ ഒന്ന് മുന്നേക്ക് പോയിട്ട് കുത്തടാ, ശ്രദ്ധിക്കണ്ടേ. സ്കോർ ടോയ്സ് ബെക്കാമെ കുത്ത്.
ചെക്കൻ ലാഗ് തുടങ്ങി. 68-ാം മിനിറ്റിൽ നമുക്ക് ലീഡ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലീഡിങ്ങിലുമാണ് ലാഗിലുമാണ്. ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ്. എത്ര വട്ടം ജയിച്ചെന്നാലും ഇവിടുന്ന് കളിക്കുമ്പോൾ ഒരു ലാഗ് ഉണ്ടാവലുണ്ട്. കോർണറിൽ കൊടുക്കട്ടെ, പേടിയില്ലല്ലോ. ചക്ക എടുക്കട്ടെ എന്ന്, ചക്ക എടുത്ത് വളരട്ടെ എന്ന്. മെസ്സി നടിഞ്ഞു ഹാജരന്ന് ക്ലിയർ. വാട ഫോർലാനെ മെല്ലെ ഓടിയാൽ മതി, തിരക്കൊന്നുമില്ല. വാട ഗുഡ്. ഫോർലാൻ അങ്ങനെയെങ്കിലും പ്രഷർ ചെയ്യാം. റൈക്കാർഡ് അങ്കിളുള്ളൂ. ഇല്ല എങ്കോളോ ടു റൈക്കാർഡ് ഒന്ന് എടുക്കാൻ നോക്കടാ. 5 ത്രൂ ആണ് വെച്ചാൽ അതുവരെ ഓടണ്ട. ബെക്കാമ് റൈക്കാർഡ് ഓടാ എടുത്തിട്ട് ഓടറാ. കുഴപ്പമില്ല ബോളിൻ്റെ പിന്നാലെ ഓടിയതാണ് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല. എടാ സ്നൈഡറെ എടുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യും ബോള്. ഫോർലാൻ കിടിലം കളി കളിച്ച് കിട്ടാ. അടാ ഗോള്. എന്തോ ഭാഗ്യത്തിലാണ് ചെക്കൻ ഗോളടിച്ച് പറഞ്ഞ പെനാൾട്ടിയിൽ. അതുകൊണ്ടാണ് എനിക്ക് പിടിച്ചില്ല. പക്ഷെ എന്നാലും പറഞ്ഞിട്ടും കാര്യമില്ല, ചെക്കൻ കിടിലം കളി കളിക്കുന്നുണ്ട്. ഇതാ പോട്ടെ. ഫോർലാനെ എടുക്ക്. ഓട്. എങ്കോളൊക്കെ എൻ്റെ സൈഡിലില്ലേ? മതി. ഓൻ്റെ എങ്കോളൊക്കെ എൻ്റെ വന്നിടത്തല്ല. ഇവിടെ 87 മിനിറ്റായി. ഈ ടൈമിലാട്ടോ ഓൻ്റെ ഗോൾ വരാൻ സാധ്യതകൾ കൂടുതലും. ഞാൻ ഓnkലവിടെ ഉദ്ദേശിച്ചത് എങ്കോളോൻ്റെ ഒരു ക്രോസ് ഞാൻ പ്രതീക്ഷിച്ചാണ്. 90+4 മിനിറ്റാണ് ആഡ് ഓൺ ടൈം വന്നിട്ടുള്ളത്. ആടെ വാൻബൂട്ട ഗുഡ്. കുഴപ്പമില്ല. വാൻബൂട്ടിനെ അടിച്ചു ഓൻ്റെ മേത്തട്ടി. 91 മിനിറ്റായി. എങ്ങനെങ്കിലും ജയിക്കണം. 1700 കടന്നേ പറ്റൂ. ആരും നോക്കാത്തൊരാൾക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫോർലാന് സ്നൈഡർ ചാൻസ്. വാൻബൂട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോണത്. സ്നൈഡർ കുഴപ്പമില്ല. ഈ കളി ജയിക്കാൻ ആയിട്ടാ ടൈമായി. ഗൈസ് വി വിൻ. ഇത്രയേ ഉള്ളേ. നമ്മളെ ബെക്കംബോർ ഉണ്ടാകുമ്പോൾ ബെക്കംബോറിൻ്റെ ആദ്യ കളി നമ്മൾ വിജയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. വിജയിപ്പിച്ചാണ് കൈക്കൊക്കെ കൊണ്ട് വെച്ച് കൊടുത്ത് ബെക്കംബോർ. അങ്ങനെ 1717 ഇനി ഇപ്പം തന്നെ കളിക്കണില്ല. ഇപ്പം തന്നെ ലോങ്ങായി വീഡിയോ നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ഇതിനോളം നമ്മൾ പോവാണ്.